നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 6 വർഷം സൗദി അറേബ്യയിലെ ജയിലിൽ കുടുങ്ങിപ്പോയ ജിതേഷ് എന്ന യുവാവിൻ്റെ വാർത്തകളിലേക്ക്. സൗദി അറേബ്യയിലെ ജയിലിൽ 6 വർഷം കുടുങ്ങി പിന്നീട് വൻതുക തൊഴിലുടമ തന്നെ കെട്ടിവെച്ച് ജയിൽ മോചിതനായ ജിതേഷിനെ മറക്കാനിടയില്ല. ജിതേഷിനെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ സഹായിച്ച തൊഴിലുടമയോട് നന്ദി പോലും പറയാൻ കഴിയും മുമ്പ് അബ്ദുള്ള ബിൻ മുസാദ് അയ്യിദ് അൽ ഉസൈമി എന്ന സ്പോൺസർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ബാബ എന്നാണ് ജിതേഷ് ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. സൗദി അറേബ്യയിലെ ജയിലിലായിരുന്ന ജിതേഷിനെ ആദ്യം ജാമ്യത്തിൽ പുറത്തെത്തിച്ചതും വീണ്ടും ജയിലിലടച്ചപ്പോൾ ജാമ്യത്തുകയായ 60 ലക്ഷം രൂപ കെട്ടിവെച്ചതും ഈ തൊഴിലുടമയാണ്. ജയിലിൽ നിന്ന് മോചിതനായ ജിതേഷ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടെങ്കിലും സംസാരിക്കാനായില്ല. രാത്രിയോടെ അദ്ദേഹം മരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട തൊഴിലുടമയെക്കുറിച്ചും താൻ കടന്നു വന്ന വഴികളെക്കുറിച്ചും ജിതേഷ് വീണ്ടും ഓർമ്മിക്കുകയാണ്. 6 വർഷം മുൻപ് തായിഫിലെ ധീര എന്ന സ്ഥലത്തിരുന്ന് ഹൗസ് ഡ്രൈവർ വിസയിലാണ് ഇദ്ദേഹം എത്തുന്നത്. ഡ്രൈവിങ്ങും വീട്ടുജോലിയുമല്ല അവിടെ ലഭിച്ചത്. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ആടുകൾക്കിടയിൽ റൊട്ടി മാത്രം ഭക്ഷിച്ചു കഴിഞ്ഞ നാളുകൾ. എന്തിനെങ്കിലും പ്രതികരിച്ചാൽ കൊടിയ മർദ്ദനവും. ദുരിതം സഹിക്കവയ്യാതെ വന്നപ്പോൾ നടത്തിയ ആത്മഹത്യാ ശ്രമമാണ് നിലവിലെ സ്പോൺസറുടെ അടുത്തെത്താൻ വഴിത്തിരിവായത്. അതേസമയം നാട്ടിലെ ഏജന്റ് പറ്റിക്കുകയായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി. പിന്നീട് ജീവിക്കണമെന്ന് തോന്നിയതുമില്ല. അത് പിന്നീട് ആത്മഹത്യക്ക് വഴിവെച്ചു. ആത്മഹത്യാ ശ്രമത്തിനിടയിൽ ഏറ്റ മുറിവുമായി ആശുപത്രിയിൽ അഡ്മിറ്റായതോടെ കേസായി. സ്പോൺസർക്കെതിരെ കേസ് നൽകി. ഒടുക്കം ആ കേസ് പിൻവലിച്ച് ബാബ ഏറ്റെടുക്കുകയായിരുന്നു. ബാബയുടെ പക്കലെത്തി 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് സൗദി പൗരൻ മരണപ്പെടാനിടയാക്കിയ അപകടം നടന്നത്. കേസിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ബാബ തന്നെയുമായി ഒടുക്കം മക്ക അമീർ കോർട്ട് വരെ പോയി. മരണപ്പെട്ട സ്വദേശിയുടെ ഏക മകൻ മൈനർ ആയതുകൊണ്ട് മാപ്പിനുള്ള വാതിലുമടഞ്ഞു. അവസാനം വിധി വന്നത് ബ്ലഡ് മണിയായി 3,17,000 റിയാൽ കോടതിയിൽ നൽകിയായിരുന്നു. അതും ബാബ നൽകാൻ മഹാമനസ് കാണിച്ചു. കടപ്പാട് പറഞ്ഞറിയിക്കാനാകില്ല. പക്ഷെ അദ്ദേഹം പോയില്ലേ, ഇനി പ്രാർത്ഥനകൾ മാത്രം. ഈ വാർത്ത വരുമ്പോഴും എൻ്റെ ഉദ്ദേശം ബാബയ്ക്ക് ലഭിക്കുന്ന പ്രാർത്ഥനകൾ മാത്രം, ജിതേഷ് പറഞ്ഞു നിർത്തി. ജീവിതം മാറ്റിമറിച്ച ആ അപകടം ഇങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞ് 11 മാസമായപ്പോഴാണ് സൗദിയിലെ തായിഫിൽ ഹൗസ് ഡ്രൈവർ ജോലിക്കായി ജിതേഷ് എത്തിയത്. എന്നാൽ ജോലിയിൽ കയറി 2 മാസം കഴിഞ്ഞപ്പോഴാണ് ജിതേഷ് ഓടിച്ച വാഹനമിടിച്ച സൗദി പൗരൻ മരിച്ചത്. 3,17,000 റിയാൽ പിഴയൊടുക്കാൻ കോടതി വിധിച്ചതോടെയാണ് ജയിലിലായത്. സഹായിയായിരുന്ന ജിതേഷ് ഇദ്ദേഹത്തിൻ്റെ സഹായത്തിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. അദ്ദേഹം രോഗബാധിതനായി ആശുപത്രിയിലായതോടെയാണ് ജിതേഷ് വീണ്ടും ജയിലിലായത്. സൗദിയിലെ സാമൂഹിക പ്രവർത്തകരായ കായംകുളം സ്വദേശി മുജീബ് ജനത, അയ്യൂബ് കരുപന്ന എന്നിവർ നിരന്തരമായി ജിതേഷിൻ്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്നാൽ മോചന തുക എങ്ങനെ കണ്ടെത്തുമെന്ന് ആശങ്കപ്പെട്ടിരുന്നപ്പോഴാണ് സ്പോൺസർ തന്നെ തുക കൊടുക്കാമെന്ന് സമ്മതിച്ചത്. സ്പോൺസർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള രേഖകളിൽ ഒപ്പിട്ട് നൽകി. സ്വന്തം പിതാവിനെ പോലെയാണ് അദ്ദേഹത്തെ ജിതേഷ് പരിചരിച്ചിരുന്നതെന്ന് ജിതേഷിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു.